നിങ്ങൾക്കിത് ഇത്രയും സമയം ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അല്ലേ? സ്കൂളിലൊക്കെ എടുത്താലും ഇത്രയും സ്പെഷ്യലൊക്കെ എടുത്താലും ഇത്രയും സമയമൊന്നും എടുക്കുമൊന്നുമില്ലല്ലോ. എടുക്കുമായിരുന്നോ? രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സബ്ജക്റ്റൊക്കെ എടുക്കുമായിരുന്നോ? അപ്പോൾ കുഴപ്പമില്ല. റിവിഷൻ്റെ സമയത്തൊക്കെ ഉണ്ടായി കാണും. ഇതൊരു റിവിഷനായിട്ട് എടുത്താൽ മതി. റിവിഷനിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. റിവിഷൻ്റെ സമയത്ത് നമ്മൾ +2ൻ്റെ ടോപ്പിക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതൊരു +1 റിവിഷനായിട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ ആയിരുന്നോ? നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ അല്ലേ? സ്പീഡ് കൂടുതലുണ്ടോ? സാറോ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ഓർത്തത്. ഇതൊരു എന്താ പറയുക, വളരെ സ്ലോ സ്പീഡാണ്. കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാതെ ഞാൻ കുറേ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അറിയുന്ന അപ്പം ഇപ്പോഴേ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പതുക്കെ ആ ഊന്നൊക്കെ പറഞ്ഞ റെസ്പോൺസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പതുക്കെ ഓപ്ഷൻസ് ഈ ആ ഊക്ക് പകരം ABCD ഞാൻ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. സോ സ്ട്രക്ചർ ഓഫ് ആറ്റം ഇത് ഏത് ടോപ്പിക്കിൽ വരും? ഫിസിക്കൽ, ഇൻഓർഗാനിക്, ഓർഗാനിക്, ഏത് ടോപ്പിക്കാ? അല്ല, ഇൻഓർഗാനിക്. പീരിയോഡിക് ടേബിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ വന്ന ഇൻഓർഗാനിക് ടോപ്പിക്കാണ് കേട്ടോ. ഫിസിക്കൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോബ്ലംസ് റിലേറ്റഡ് ആയിരിക്കും ഫിസിക്കൽ. ഓർഗാനിക് നിങ്ങൾക്ക് നല്ലോണം അറിയാം അല്ലേ? എന്തൊക്കെയാണ് കാർബണിനെയും ഹൈഡ്രജനെയും കണ്ട ഓർഗാനിക്കാണ്. സോ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, ഡി ബ്ലോക്ക്, കോർഡിനേഷൻ, അതൊക്കെ ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. നമ്മൾ ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചിരിക്കണം. ഇപ്പോൾ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ വന്നപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ടെക്സ്റ്റിലുള്ള നോളേജ് മാത്രം ഈസ് നോട്ട് ഇനഫ് കേട്ടോ. പക്ഷേ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അല്ലാണ്ട് എഴുതാൻ പറ്റും. നിങ്ങൾ കൺസർവേഷൻ ഓഫ് മാസും ഡെഫിനറ്റ് പ്രൊപ്പോർഷനും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും പഠിക്കുന്നുണ്ട്. റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ പഠിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് പഠിച്ചതിലല്ലാത്തത് ചോദിച്ചാൽ നിങ്ങൾക്ക് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എഴുതാൻ പറഞ്ഞില്ല. എല്ലാം നമ്മൾ പഠിച്ചിട്ടായിരിക്കണം എന്നില്ല, പക്ഷേ നമുക്ക് ഏറെക്കുറെയൊക്കെ ഗസ് ചെയ്യാനും പറ്റും. സോ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, എന്താണ് ഓർമ്മയുള്ളത് എന്ന് പറയൂ. പുതിയ എന്ത് കാര്യങ്ങളായിരുന്നു അവിടെ കേട്ടത്? ഒരു ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കേട്ടു. അത് പുതിയതായിരുന്നു. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് കേട്ടു. അത് ഭയങ്കര പുതിയതായിരുന്നു. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇതിൽ ഏതൊക്കെ ക്വാണ്ടം നമ്പർ ആരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെ വാല്യൂസാണ് അത് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഷ്രോഡിഞ്ചറിൻ്റെ വേവ് ഇക്വേഷൻ, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്. പിന്നെ മറ്റേത് നമുക്ക് എന്തെളുപ്പമായിരുന്നു അല്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റം വരയ്ക്കുക, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, അയാൾ ന്യൂക്ലിയസ് ആണ്, ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയായിരുന്നു നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം. അവിടെ നിന്നാണ് നമ്മൾ ഷ്രോഡിഞ്ചറിൻ്റെ കൺസെപ്റ്റിലേക്ക് ഓർബിറ്റൽ നോഡ്, ഇലക്ട്രോൺ ഉള്ള സ്ഥലം, ഇലക്ട്രോൺ ഇല്ലാത്ത സ്ഥലം. എന്നാൽ പിന്നെ ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാണ് അന്വേഷിക്കണമെന്ന് വെച്ചാൽ ഇല്ലാത്ത സ്ഥലം എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറയണം അല്ലേ? നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട്. ഗ്രാഫൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഓർക്കണില്ലേ? ഒരു നോഡ് ഇങ്ങനെ താഴെ മുട്ടുന്ന സ്ഥലം നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇസ് 0. ഇനി സ്ട്രക്ചർ ഓഫ് ആറ്റം മാത്രമോ? നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെളുപ്പമായിരുന്നു? കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, 2n², എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞ് 2, 8, 18 എന്നൊക്കെ പറഞ്ഞങ്ങ് പഠിച്ചു പോയി. ഇവിടെ വന്നപ്പോൾ ദേണ്ടടാ വരുന്നു സബ്ഷെൽസ്. ആരൊക്കെയായിരുന്നു? എസ്, പി, ഡി, എഫ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ പോയപ്പോഴത്തേക്കും അവിടെ ഡിയിലിരുന്ന ആൾക്കാരൊക്കെ വന്ന് ഡിയിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിപ്പോയ ആൾക്കാരൊക്കെ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടിരിക്കണു. എഫിൽ പോയ ആൾക്കാരൊക്കെ എഫ് ബ്ലോക്കിൽ ഇരിക്കണു. അപ്പോൾ എസ്സിലെയും ഡിയിലും എന്ത് ചെയ്യും? എസ്സിലേക്ക് കുറച്ച് ആൾക്കാർ പോയില്ലേ? അതിലാരൊക്കെയായിരുന്നു? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് നിങ്ങൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പഠിച്ച ആൾക്കാരല്ലേ? ആരായിരുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് അടുത്ത ദിവസം നമ്മൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പഠിക്കും. അപ്പോൾ എനിക്ക് ആൻസർ തരേണ്ടതാ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കറിയാലോ ഞാൻ എന്താ പറഞ്ഞു തരുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാതിരിക്കാൻ വകുപ്പില്ല. പറയൂ. പീരിയോഡിക് ടേബിൾ എക്സാക്ട് നമ്പറൊന്നും അല്ല ഞാൻ വരയ്ക്കുന്ന, ഏകദേശം ഒരു ഇനി ബ്ലോക്കുകൾ ഏതൊക്കെയാണോ? ബ്ലോക്ക് ഏതൊക്കെയായിരുന്നു? ഇങ്ങനെയല്ലേ പീരിയോഡിക് ടേബിളിൻ്റെ ഷേപ്പ്? ഇതാണോ? ഓക്കെ. ഇനി പീരിയോഡിക് ടേബിൾ ബ്ലോക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് നിങ്ങൾ പഠിച്ചല്ലോ. എവിടെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഉള്ളത്?
ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, മിഡിൽ ആണോ, താഴെയാണോ? മിഡിൽ പോർഷൻ. ഡി ബ്ലോക്ക് എലമെന്റ്സ്. അവരെ വേറൊരു പേരും കൂടെ വിളിക്കുമായിരുന്നല്ലോ, ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി എഫ് ബ്ലോക്കിനെ എവിടെയാണ് നിങ്ങൾ കണ്ടത്? താഴെയുള്ള ആൾക്കാർ ആക്ച്വലി. പക്ഷെ ഇവന്മാരുടെ സ്ഥലം എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നു അല്ലേ? പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ലോങ് ആയി പോകുമെന്ന് പറഞ്ഞിട്ട് മാറ്റി. അപ്പം ഞാൻ പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് ഇനി ഇവരെ പറ്റി ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് എഫ്. പിന്നെ എസ് എവിടെയാ? ഇവരാണ് പി ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? ഇവരെങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് നമ്മൾ ഇവരെ എവിടെ കൊണ്ട് ഇരുത്താം എന്നുള്ളത് കണ്ടുപിടിച്ചത് അല്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇലക്ട്രോണിന് അങ്ങനെ ചുമ്മാ ചാടി കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല. ശരി, സമ്മതിച്ചു. ക്ലോറിനിൽ ലൈക്ക് 17 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ 17 ഇലക്ട്രോൺസിനെ എനിക്ക് തോന്നിയ പോലെ ഇരുത്താൻ പറ്റുമോ? ഇല്ല. അവർ പ്രോപ്പർ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നോളൂ എന്ന് പറയുന്ന പോലെയല്ല. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വേണം, അല്ലെങ്കിൽ 2 പേര് ഇവിടെയാണ് ഇരിക്കേണ്ടത്, 3 പേര് അവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും അല്ലേ? നമ്മൾ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ് ആർ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ലോസ്. ഏതൊക്കെയായിരുന്നു? ഹൺസ് റൂൾ ഉണ്ടായിരുന്നോ? കേട്ടിട്ടില്ലേ? ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. എല്ലാവരും പരിചയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാൻ കയറി ഇരുന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നില്ല? ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഇപ്പുറം ഒരു ടീച്ചർ വന്ന് നിങ്ങളോട് അതുണ്ടായിരുന്നില്ല ഇതുണ്ടായിരുന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അത്രയും ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല വാട്ട് ഈസ് ഹൺസ് റൂൾ എന്നോ വാട്ട് ഈസ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നോ. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ. ഇനി ഇവരൊക്കെ എന്താ പറയുന്നത്? സബ് ഷെൽസിൽ എത്ര ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം മാക്സിമം? ഒരു സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ? 2 ഇലക്ട്രോൺസിനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എഫ് സബ് ഷെല്ലിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസിന് ഇരിക്കാം? 2. പിക്ക് ആണെങ്കിൽ 6, ഡിക്ക് ആണെങ്കിൽ 10 ഇലക്ട്രോൺസ്, എഫിലാണെങ്കിൽ 14. അതിനെയാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ആർ എന്താ പറയുക? ഹാവിങ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. S1 ആൻഡ് S2, P3 ആൻഡ് P6, D5 ആൻഡ് D10. നിങ്ങൾ കോപ്പർ ക്രോമിയമിനെയൊക്കെ കണ്ടു അല്ലേ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ. ഇനി F7 ആൻഡ് F14. ഇവരെയാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചുമ്മാ കയറി ഹാഫ് ഫിൽഡ് ഒന്നും ആക്കാൻ പറ്റത്തില്ല. ദേ ഷുഡ് ഫോളോ സർട്ടൻ റൂൾസ് ആസ് വി മെൻഷൻഡ് ഏർലിയർ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒക്കെ ഒബേ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഫ് ബോ പ്രിൻസിപ്പിളാണ്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ മെയിൻ ഷെൽ ഏതാണ്, സബ് ഷെൽ ഏതാണെന്നൊക്കെ. ഇവന്മാരെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം നമ്പേഴ്സ് വരുന്നത് അല്ലേ? പ്രിൻസിപ്പിൾ, ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഒക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ഒക്കെ നോക്കും. സോ ലെറ്റ് സി വാട്ട് ഓൾ ടോപ്പിക്സ് ആർ ഗോയിങ്, അല്ലെങ്കിൽ വി ആർ ഗോണ ഗോ അക്രോസ് ഇൻ ദിസ് ചാപ്റ്റർ. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി, അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ്. ആരൊക്കെയായിരുന്നു സബറ്റോമിക് പാർട്ടിക്കിൾസ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ? ഇനി ഇലക്ട്രോൺസിനെയാണ് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ കാറ്റയോൺ ആൻഡ് ആനയോൺ? ഒരു ന്യൂട്രൽ ആറ്റം അയാളുടെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്താൽ അയാൾ ആരാവും? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആവും. യു വിൽ കോൾ ദം ആസ് കാറ്റയോൺ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നെഗറ്റീവ് ചാർജുള്ള അയോൺ. അയോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് സ്പീഷീസ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ കാറ്റയോൺ, നെഗറ്റീവ് ആണെങ്കിൽ ആനയോൺ. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ ഒരാളുടെ സാധനം അതിങ്ങ് എടുക്കാം എന്നൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്നല്ല, സ്വാഭാവികമാണ് ആഗ്രഹങ്ങൾ വരുന്നത്. ഗ്രാബിങ് സംതിങ് ഇസ് നെഗറ്റീവ് അല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രോണിനെ ഗ്രാബ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. സോ അത് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, ആനയോൺസ് ആയിരിക്കും. ഇനി നിങ്ങൾക്കൊരു സൈസ് പഠിച്ചിരുന്നല്ലോ നിങ്ങൾ, മറ്റേ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്നുണ്ടല്ലോ സൈസ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒക്കെ ഇല്ലേ? എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഐസോ ഇലക്ട്രോണിക്, ഐസോ മീൻസ് എന്താ? ഐസോ തെർമൽ പ്രോസസ് ഒക്കെ തെർമോഡൈനാമിക്സിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐസോ മീൻസ് എന്ത് വന്നം? സെയിം വന്നം ആണോ? ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആകുമ്പോൾ ഐസോ തെർമൽ എന്ന് പറയും. ഐസോ ബാറിക് എന്താ? പ്രഷർ സെയിം ആകുമ്പോൾ. അപ്പോൾ അതുപോലെ ഐസോ ഇലക്ട്രോണിക് മീൻസ് എന്തായിരിക്കണം? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എങ്ങനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫോം ചെയ്യണേ? ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്
ഇപ്പം നമ്മൾ ആരെ എടുക്കുക? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ആരാണ്? കാർബൺ. കാർബണിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് നോർമലി ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അയാളുടെ അറ്റോമിക് നമ്പർ 6 ആണ്. കാർബൺ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എന്താവും? കാർബൺ എപ്പോഴും ഷെയർ ചെയ്യാനുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കാർബണിനെ നമുക്ക് ശരിക്കും ഈ ഒരു എക്സാമ്പിളിൽ എടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പം അല്ലെങ്കിൽ അലൂമിനിയം 13 ആണ്. അലൂമിനിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അയാൾ എന്താവും? Al1+ ആവും അല്ലേ? അലൂമിനിയം ഒരെണ്ണം ഗെയിൻ ചെയ്താൽ Al1-. അങ്ങനെ ഒരാളില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യാനായിട്ട് പറയാണ്. അപ്പോൾ സൈസ് വ്യത്യാസം വരും. വെൻ an anion is formed, the anion will be having എന്താ പറയുക, a bigger size than that of the pure element. ഒരു ആറ്റത്തിൻ്റെ ഇപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? എത്രാമത്തെ എലമെൻറ്റാണ് സോഡിയം? പറ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. കൗണ്ട് ചെയ്തോ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. പിന്നെ ആരാ? നിയോൺ. കഴിഞ്ഞിട്ട് ആര് വരും? സോഡിയം 11 ആണ്. സോ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 2, 8, എത്ര വരും? 1. അപ്പോൾ സോഡിയം ഹാവ് എ ടെൻഡൻസി ടു ലൂസ് ഇറ്റ്സ് ഇലക്ട്രോൺ അല്ലേ? എങ്ങനെ? Na+ ആവും ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ സോഡിയം ഈസ് ഫോമിങ് എ കാറ്റയോൺ അല്ലേ? സംശയമുണ്ടോ? ഈ ലൂസ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരൊക്കെ എവിടെ ഇരിക്കുക? എസ് ബ്ലോക്കിൽ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒന്നും പഠിക്കാത്ത? അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ് അല്ലേ? ആണോ? നേരത്തെ അതൊക്കെ പഠിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിലീറ്റഡ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഡിലീറ്റഡ് ആക്കുമ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടു, ഡിലീറ്റ് ചെയ്തു. പക്ഷെ നമ്മളുടെ അറിവാണ് കുറയുന്നത്. പി ബ്ലോക്ക് കുറച്ച് നമ്മൾ എൻട്രൻസിന് പഠിക്കുകയും വേണം. ഇതിലിപ്പം നിങ്ങൾ ആകെ പഠിച്ചിട്ടുള്ളത് ഡിയും എഫും മാത്രം. Okay, so sodium it will lose one of its electron to form sodium ion അല്ലേ? Na+ ion. നിങ്ങൾ നോക്കൂ, സോഡിയത്തിന് എത്ര ഷെല്ലുണ്ട് ഇവിടെ? ടോട്ടൽ ഓഫ് 3 ഷെൽസ് ആണുള്ളത് അല്ലേ? ആണോ? അയാളൊരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ ഈ ഇലക്ട്രോൺ അല്ലേ പോയത്? അപ്പോൾ അയാളുടെ ഷെല്ല് എന്തായി? ഷെല്ല് കുറഞ്ഞു അല്ലേ? അപ്പോൾ സൈസ് ഓഫ് കാറ്റയോൺ ഇസ് ഓൾവേസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദി പാരന്റ് ആറ്റം. അപ്പോൾ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? സൈസ് ഓഫ് ദി അയോൺ വിൽ ഇൻക്രീസ്. അപ്പോൾ ഏറ്റവും ബിഗർ സൈസ് ആർക്കായിരിക്കും? ആനയോൺ. ചാർജ് കൂടുന്നതിനനുസരിച്ചും ആനയോണിൻ്റെ സൈസ് കൂടും. എത്രത്തോളം ചാർജ് കാറ്റയോണിന് കൂടുന്നു, അതായത് 3+ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രത്തോളം സൈസ് സ്മോളർ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ വരും? കെമിക്കൽ ബോണ്ടിങ് ഇല്ലേ? നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ, ലീനിയർ, ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുന്നില്ല, അവിടെ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. സോ ഓൾ ദീസ് ചാപ്റ്റേഴ്സ് ആർ ഇന്റർ കണക്റ്റഡ്. ആൻഡ് നൗ അപ്പോൾ 10 ഇലക്ട്രോൺ ഉള്ള ആളുമായിട്ടാണ് Na+ ദിസ് തിങ് ഐസോ ഇലക്ട്രോണിക്. ഓക്കെ, ക്ലിയർ ആണോ? നിയോണായിട്ട്. അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് മീൻസ് എന്താണ്? സ്പീഷീസ് ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആനയോണും കാറ്റയോണും ഫോം ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ഇലക്ട്രോണിൻ്റെ നമ്പർ ആവുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3. ഇയാൾക്ക് 2 ഇലക്ട്രോൺസ് ആണുള്ളത്, ഇയാൾക്ക് 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇയാളാണ് 2. ഇയാളായിട്ട് എങ്ങനെ ഇയാൾക്ക് ഐസോ ഇലക്ട്രോണിക് ആവാം? ഇയാളൊരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആവും. അയാളൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐസോ ഇലക്ട്രോൺ. അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഐസോ ഇലക്ട്രോണിക്? കാരണം മിക്ക പിള്ളേരും അത് എഴുതാറില്ല. അതെന്നാൽ എന്തൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പ്ലസ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോണിനെ കളയുക, എത്ര നെഗറ്റീവ് ഉണ്ടോ അത്രത്തോളം ഇലക്ട്രോണിനെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും സെയിം ഇലക്ട്രോൺസ് ആരൊക്കെയാണ്. അതാണ് നിങ്ങളുടെ ആൻസർ വരാൻ പോകുന്നത്. വി വിൽ കം അക്രോസ് സച്ച് ക്വസ്റ്റ്യൻസ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയാലും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും മാസും ചാർജും ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ. പിന്നെ ന്യൂട്രോണിൻ്റെ ഡിസ്കവറി. ന്യൂട്രോൺ വാസ് ഡിസ്കവേർഡ് ബൈ ചാഡ്വിക്. പ്രോട്ടോൺ വാസ് ഡിസ്കവേർഡ് ബൈ ഗോൾസ്റ്റീൻസ് എക്സ്പെരിമെൻറ്റ്.
പിന്നെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. അതുപോലെ അറ്റോമിക് മോഡൽ വരുന്നുണ്ട് അല്ലേ, പ്ലം പുഡിംഗ് മോഡലൊക്കെ നമ്മൾ കണ്ടായിരുന്നു, മറ്റേ വാട്ടർ മെലണിൽ വിത്തിട്ടിരിക്കുന്ന പോലെയാണ് എന്നൊക്കെയാണ് ആദ്യമായിട്ട് ജെ തോംസൺ പറഞ്ഞത്. പിന്നെ റുദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ വന്നു, അതിന് ന്യൂക്ലിയർ മോഡൽ എന്നും വിളിക്കും. നൗ അറ്റോമിക് നമ്പർ Z, പിന്നെ മാസ് നമ്പർ. വാട്ട് ഡു യു മീൻ ബൈ ഐസോടോപ്സ് ആൻഡ് ഐസോബാർ? ഇവിടെ ഐസോബാർ എന്താ, മാസ് നമ്പർ സെയിം ആയിട്ടുള്ള എലമെന്റ്സിനെ ഐസോബാർ എന്ന് വിളിക്കും. അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് വരുന്ന ആൾക്കാരെ ഐസോടോപ്പ് എന്ന് വിളിക്കും. ഐസോടോപ്സിന് എക്സാമ്പിൾ ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം അല്ലെ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ് അല്ലേ. അറ്റോമിക് നമ്പർ സെയിം ആ, പക്ഷേ മാസ് നമ്പർ 1, 2, 3 എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. പിന്നെ കാർബണിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കാർബൺ 12 ഐസോടോപ്പ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കണമെങ്കിലും കാർബണിന് 13, 14 എന്നിങ്ങനെ ഐസോടോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നൈട്രജൻ അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്, ലൈക്ക് എല്ലാവർക്കും ഇല്ലെങ്കിലും ഐസോടോപ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് സർട്ടൻ എലമെന്റ്സ്. ഓക്കെ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്തായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി E=hν എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ളത് വരുന്നുണ്ട്. ദെൻ കംസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ചുമ്മാ സിംപ്ലി പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സർഫസിൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ എന്ത് ഇജക്റ്റഡ് ആവണം? ഇലക്ട്രോൺ ഇജക്റ്റഡ് ആണ്. വെറുതെ പോയി തട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ വരത്തില്ല. ഒരു മിനിമം എനർജിയിൽ ഞാൻ ഇടിച്ചെങ്കിൽ മാത്രമേ. ആ മിനിമം എനർജിക്ക് ഒരു പേരുണ്ടല്ലോ, ത്രഷ് ഹോൾഡ് എനർജി അല്ലേ. ത്രഷ് ഹോൾഡ് എനർജി ഉള്ളൊരു എനർജി, അതായത് എന്നെ ഇപ്പോൾ വെറുതെ ഒരാൾ വന്ന് തള്ളിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകത്തില്ല അല്ലെങ്കിൽ വീഴത്തില്ല. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടൊരു മിനിമം എനർജിയിൽ കൂടുതൽ എനർജിയിൽ വന്ന ഒരാൾ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഫോൾ ഡൗൺ. ആൻഡ് ദാറ്റ് മിനിമം എനർജി ഈസ് നോൺ ആസ് ത്രഷ് ഹോൾഡ് എനർജി അല്ലെങ്കിൽ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി. അത്രയും എനർജിയിൽ പോയിട്ടൊരു റേഡിയേഷൻ ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദാറ്റ് സർഫസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. പിന്നെ നിങ്ങൾ അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരുന്നുണ്ട്. അതിൽ ബാൾമർ സീരീസിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ബാൾമർ സീരീസ്? ഏതൊക്കെയായിരുന്നു ഹൈഡ്രജൻ സ്പെക്ട്രയിലെ സീരീസ്? ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ബാൾമർ സീരീസിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും ക്വസ്റ്റ്യൻസ് ബാൾമർ സീരീസിലായിരിക്കും വരുന്നത്. N1 2 ആയിരിക്കും, അതായത് ഗ്രൗണ്ട് ലെവൽ 2 ആയിരിക്കും. N2 അതിൻ്റെ മേളിലുള്ള ലെവൽസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാലോ, ഫിഗറൊക്കെ അറിയാലോ. ഗ്രൗണ്ട് ലെവൽ N1, N2, N3 അങ്ങനെ പോകണം. ഗ്രൗണ്ട് ലെവലാണ് നമ്മൾ N1 ആയിട്ട് എടുക്കുക. ഇൻ ദ കേസ് ഓഫ് ബാൾമർ സീരീസ് N1 is 2, N2 ക്യാൻ ബി എനി. അത് നമ്മളോട് പറയും. ഫ്രം ദ 4th ലെവൽ എന്നൊക്കെ നമ്മളോട് പറയും. ബാൾമർ സീരീസിൻ്റെ N1 തന്നിട്ടും ഉണ്ടാവില്ല. N1 is always 2 ഫോർ ബാൾമർ സീരീസ്. ബാൾമർ സീരീസിൽ നിന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ബാൾമർ സീരീസ്? ഈ ഹൈഡ്രജൻ സ്പെക്ട്രയിൽ ഓരോരുത്തരും ഓരോ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഓരോ ഫ്രീക്വൻസിയിലാണ് വന്ന് വീഴുന്നതെന്നറിയാവോ? UV വിസിബിൾ, ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ്, നിയർ ഇൻഫ്രാറെഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാൾമർ സീരീസ് ആണ് ഇസ് ദ ഓൺലി സീരീസ് വിച്ച് കംസ് ഇൻ ദ വിസിബിൾ റീജിയൻ. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റീജിയനിൽ വരുന്നത് ബാൾമർ സീരീസ്. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ക്വസ്റ്റ്യൻസ് ബാൾമർ സീരീസിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ബാൾമർ സീരീസിൽ N1 എന്തായിരിക്കും? ഗ്രൗണ്ട് ലെവൽ എന്തായിരിക്കും? 2 ആയിരിക്കും. 2ന് മുകളിൽ നിന്ന്, അതായത് മേളിൽ നിന്നല്ലേ ഒരാൾക്ക് താഴേക്ക് ചാടാൻ പറ്റുള്ളൂ. ആ താഴത്തെ ലോവർ ലെവലിൻ്റെ ബാൾമർ സീരീസ് എന്ന് പറയുന്നത് 2 ആണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാൾമർ സീരീസ് ഇസ് ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ വിസിബിൾ സ്പെക്ട്ര. ക്ലിയർ? പിന്നെ ബോറിൻ്റെ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ വരുമ്പോഴാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വരുന്നത്. എന്താ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ? മാറ്ററിന് ഒരു പാർട്ടിക്കിളായിട്ട് മാത്രമല്ല ഒരു വേവ് നേച്ചറും കൂടി ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് മാറ്ററിൻ്റെ സ്വഭാവം. പിന്നെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? അത് ആർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാ? മൈക്രോസ്കോപ്പിക് ആണോ മാക്രോസ്കോപ്പിക് ആണോ? മൈക്രോസ്കോപ്പ്. ചെറിയ ലെവലിൽ അത് പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഒരു കുഞ്ഞ് സാധനം ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പൊസിഷനിൽ അയാളെ കാണാൻ പറ്റുന്ന, ഇന്ന സ്പീഡിൽ കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് പറയാൻ പറ്റും അയാൾ ഇത്ര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന സ്ഥലത്തെ കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു സൈമൾട്ടേനിയസ്ലി പ്രെഡിക്റ്റ് ബോത്ത് ദ പൊസിഷൻ ആൻഡ് ദ മൊമെൻറ്റം ഓഫ് എ ഫാസ്റ്റ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്പീഡ് കൂടുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സ്പീഡ്
പതുക്കെ ഞാൻ ഗ്രാജുവലി സ്പീഡ് കൂട്ടുന്നുണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതിന് എനിക്കിപ്പോൾ അങ്ങോട്ട് അല്ലേ അല്ലേ എന്ന് ചോദിക്കേണ്ടി വരണില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ആ കണ്ടിന്യൂസ് ഫ്ലോയിൽ അങ്ങ് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. MC² = h nu. h nu എന്ന് പറഞ്ഞാൽ hc/λ ആണ്. c എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ്. h എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ? നമ്മൾ 6.626 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ വെച്ചിട്ട്. ആൻഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി. പിന്നെയാണ് ഷ്രോഡിഞ്ചറിന്റെ വേവ് ഇക്വേഷൻ വരുന്നത്. അവിടെ നമുക്ക് അറ്റോമിക് ഓർബിറ്റൽ, അവിടെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത്. അത് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതെന്താണെന്ന് പറയട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തിയറി മാത്രമേ ഡിസ്കഷൻ പോകുള്ളൂ, നമുക്ക് ക്വസ്റ്റനും കൂടെ നോക്കണ്ടേ. പിന്നെ ഓരോ ഓർബിറ്റൽസിന്റെ ഷേപ്പ് വരുന്നത്. ഡിക്ക് എത്ര എണ്ണം ഉണ്ട്? ഇപ്പം നമ്മൾ എസിന് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം അല്ലേ, സ്ഫെറിക്കല്. പിക്ക് 3 എണ്ണം ഉണ്ട്, ഡിക്ക് 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എസിന് 1 ഉള്ളത് കൊണ്ടാണ് ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന 2 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലേ. പിക്കാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഓരോന്ന് വെച്ച് ഫില്ല് ചെയ്യും, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. പിന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? പെയറിംഗ് നടക്കുന്നത്. ഡിക്കാണെങ്കിൽ അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും? 1 2 3 4 5 അല്ലേ. ഇത് ഹാഫ് ഫിൽഡ്, ഇതാവുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. അങ്ങനെ 5 ഏതൊക്കെയായിരുന്നു? ഡി ഓർബിറ്റൽസ് ഏതൊക്കെയായിരുന്നു? ഡിയുടെ ഓർബിറ്റൽസ് ഏതൊക്കെയായിരുന്നു? നിങ്ങൾ മറ്റേ സ്പ്ലിറ്റിംഗ് ഒക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? DXY, DXZ, DYZ, x² - y² z². അവരുടെ ഷേപ്സ് ഓർമ്മയുണ്ടോ? ഷേപ്പ് നമ്മൾ പഠിക്കണം കേട്ടോ, നമുക്ക് നോക്കാം. പിന്നെ റേഡിയൽ നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് 0 ആയിട്ടുള്ള സ്ഥലമാണ്. അതിൽ ആംഗുലർ നോഡും നോഡൽ പ്ലെയിനും കാണാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്, L തന്നെയാണ്. L സ്റ്റാൻഡ്സ് ഫോർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എല്ലിൻ്റെ വാല്യൂ എന്താ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-1. എടോ താൻ ശ്രദ്ധിക്കണില്ലേ? ഇവിടെ ഞാൻ വന്ന് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അപ്പോൾ ആംഗുലർ നോഡ്സിന്റെ നോഡൽ പ്ലെയിൻ്റെ ഇക്വേഷൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ തന്നെയാണ്. പക്ഷേ ടോട്ടൽ നോഡ്സ് എന്തായിരിക്കും? n-1. n ഇസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ -1. ആംഗുലർ റേഡിയൽ നോഡ് കാണാനാണ് n-l-1. ദറ്റ് ഇസ് പ്രിൻസിപ്പൽ മൈനസ് അസിമുത്തൽ -1 വരുന്നത് കേട്ടോ, നമ്മൾ എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ റൂള് അത് നമ്മൾ പതുക്കെ ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് തന്നെ നോക്കാം. എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നത് ഹാഫ് ഫിൽഡ് എന്താണ് ഇടയിലൊരു സംസാരം? സോ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നത് ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്നത്. സോ വി ആർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ആണ്. റൈറ്റ് ഡൗൺ അസേർഷൻ. According to Bohr's theory, electrons move in circular orbits. Of fixed radius and energy. According to Bohr's theory, electrons move in circular orbits of fixed radius. അടുത്ത ക്ലാസ്സിൽ ഈ മെറ്റീരിയൽ ഉള്ളവർ മെറ്റീരിയൽ കൊണ്ടുവരണം കേട്ടോ. റീസൺ അസേർഷൻ എഴുതി, റീസൺ according to Bohr's theory. Electrons move in circular orbits of fixed radius and energy. Reason: only those circular orbitals are allowed. Only those circular orbitals are allowed in which angular momentum is an integral multiple of h/2π. Angular momentum is an integral multiple of h/2π.
ഓപ്ഷൻ എ. അസേർഷനും കഴിഞ്ഞു, റീസണും കഴിഞ്ഞു. Option A, both assertion and reason are true. Both assertion and reason are true. And reason is the correct explanation of assertion. Second option, both assertion and reason are true. Both assertion and reason are true, but reason is not the correct explanation of assertion. Both assertion and reason are true, but reason is not the correct explanation of assertion. C. Assertion is true, but reason is false. Assertion is true, but reason is false. And D. Both assertion and reason are false. Assertion എന്താ? According to Bohr's theory, electrons move in circular orbits of fixed radius and energy. ആണോ? നിങ്ങൾ ബോറിന്റെ തിയറി ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? എന്തൊക്കെയാ ബോറിന്റെ മോഡൽ പറയുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ മൂവ് അറൌണ്ട് ദ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ്. ആ ഓർബിറ്റ്സിൽ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദിസ് മോഷൻ ബീങ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഇലക്ട്രോൺ ക്യാൻ റൊട്ടേറ്റ് ഓൺലി ഇൻ സർട്ടൻ ഓർബിറ്റ്സ് വിച്ച് ആർ നോൺ ആസ് സ്റ്റേഷനറി ഓർ ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ്സ്. വെൻ ദ ഇലക്ട്രോൺ ഇൻ ദീസ് ഓർബിറ്റ്സ് ഇറ്റ് കൻ നോട്ട് എമിറ്റ് എനി റേഡിയേഷൻ. പിന്നെ ഇവരെന്ത് ചെയ്യും? ഒരു ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകും, തിരിച്ചു വരുന്നു. അവിടെയാണ് സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്നത്. തിരിച്ചു ചാടുന്ന നേരത്ത് ഇറ്റ് എമിറ്റ്സ് റേഡിയേഷൻ. അതിനാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ NH/2π എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ ആണോ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ. Okay, so both assertion and reason are true, but reason is not the correct explanation for the assertion. Next question, maximum number of electrons in a subshell maximum number of electrons in a subshell of an atom is determined by maximum number of electrons in a subshell of an atom is determined by (2l plus 1, 4l minus 2, 2n square, 4l plus 2). എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 2n സ്ക്വയർ എന്തായിരുന്നു? എത്ര ഇലക്ട്രോണിനെ ഒരു മെയിൻ ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 2n സ്ക്വയർ. ക്വസ്റ്റ്യൻ എന്താ? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ ഓഫ് ആൻ ആറ്റം. ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ഇരുത്താൻ പറ്റും? സബ്ഷെല്ല് കാണാനുള്ള ഇക്വേഷൻ ആണ്
2l പ്ലസ് 1. ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരുത്താൻ പറ്റുമെന്ന കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് മാക്സിമം ഓഫ് 2. അപ്പോൾ ഈ 2l പ്ലസ് 1 ഇൻറ്റു 2 ചെയ്താൽ മതി. എത്ര കിട്ടും? 4l പ്ലസ് 2. സോ യു ക്യാൻ റൈറ്റ് നമ്പർ ഓഫ് സബ്ഷെൽസ് ഇസ് ഈക്വൽ ടു 2l പ്ലസ് 1. ഇത് നമ്പർ ഓഫ് സബ്ഷെൽസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇതെന്താ? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ. അപ്പം സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കാം? മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ ദറ്റ് ഇസ് 2l പ്ലസ് 1ൽ 2 ഇലക്ട്രോണിനെ ഇരിക്കാം. അപ്പോൾ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലൈക്ക് 4l പ്ലസ് 2 വിച്ച് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അതിന് അടുത്തത് കുറച്ച് കോൺസ്റ്റൻസ്. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ വേഗം എനിക്ക് ആൻസർ തന്നെ. ഇറ്റ്സ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ കോൺസ്റ്റൻസ് ഗിവൺ ഇൻ കോളം 1. റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. മാച്ച് ദ കോൺസ്റ്റൻസ് ഗിവൺ ഇൻ കോളം 1 match the constants given in column 1 with their values given in column 2 and mark the appropriate choice. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തനിയാട്ടോ ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഓപ്ഷൻസ് അതിൻ്റെ കൂടെ എഴുതണം കേട്ടോ. കാരണം ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് എഴുതിയെടുക്കുമ്പോഴേ നമുക്ക് എക്സാമിന് കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷേ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് ബി ഫെമിലിയർ വിത്ത് ദ ഓപ്ഷൻസ് ഓൾസോ.
ഒന്ന് രണ്ടെണ്ണം മാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ആൻസർ എത്തിയോ നോക്കുക, അത് കറക്റ്റാണോ നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ബോർഡിൽ ക്വസ്റ്റ്യൻ ഫില്ലല്ലേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കി, എന്നിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം എടുത്ത് എഴുതിയാലും മതി. ഏത് വരും ആൻസർ? ഡി. എന്ത് വരും? റിഡ്ബർഗ് കോൺസ്റ്റന്റ് എത്രയാ? 1096. എഴുതി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞോ? റിഡ്ബർഗ് കോൺസ്റ്റന്റ് നമ്മൾ മറ്റേ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ടല്ലേ, 109677. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു, അവോഗാഡ്രോ നമ്പർ പോലെ തന്നെ 6.626 ആണ് വരുന്നത്. പിന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇത്. ലൈക്ക് A4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇവിടെ? ഓരോ ഓപ്ഷനേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബി വരുന്നുണ്ട്, എന്താ? 1 വന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഓപ്ഷൻ അല്ലേ. നമുക്ക് എല്ലാ ആൻസറിൽ കൂടെയും കടന്നു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരെണ്ണം കറക്റ്റായിട്ട് കിട്ടിയാൽ ബാക്കിയുള്ളതും കൂടെ മാച്ച് ആണോ എന്നുള്ളത് നോക്കുക കേട്ടോ. കിട്ടിയോ എല്ലാവർക്കും അല്ലേ? സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ദി അറ്റോമിക് നമ്പർ ഓഫ് ഇത് നിങ്ങൾ വേഗം ആൻസർ ചെയ്യും. ദി അറ്റോമിക് നമ്പർ ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ ആർ. Nickel, Ni, and copper, Cur. The atomic number of nickel and copper are 28 and 29. Nickel and copper are 28 and 29 respectively. The electronic configuration 1s2, 2s2, 2p6, 3s2, 3p6, 3d10 represents Cu plus, Cu2 plus, Ni2 plus, Ni. ഏതാ ആൻസർ വരാ? പറയൂ. 1s2, 2s2, 2p6, 3s2, 3p6, 3d10. Cu2 പ്ലസ് ആണോ Cu പ്ലസ് ആണോ? Cu പ്ലസ് അല്ലേ വരിക? 2 പ്ലസ് എങ്ങനെയാണ് വരിക? എങ്ങനെയായിരുന്നു കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും കോൺഫിഗറേഷൻ വരണത്? 24ഉം 29ഉം ആണ് കോപ്പറും ക്രോമിയം അല്ലേ? 4s1 3d5. ഇയാള് 4s1 3d10 അല്ലേ? ഇപ്പൊ കോപ്പറിന്റെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നായിരിക്കും പോവുക? എസ്സിന്ന് പോവും, 3d10 ആയിട്ട് നിൽക്കും. ക്രോമിയം പ്ലസ് ആണെങ്കിലും, ഇപ്പൊ ക്രോമിയത്തിന്റെ കേസ് പറയില്ലെങ്കിലും ഐ എം ജസ്റ്റ് മെൻഷനിങ് ആ ഹാഫ് ഷെൽ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡിന്റെ. ഇപ്പൊ ക്രോമിയം പ്ലസ് വരുമ്പോഴാണ് ഇത് വരിക അല്ലേ? കോപ്പർ 2 പ്ലസ് ആകുമ്പോൾ എവിടെ നിന്ന് പോകണം ഇലക്ട്രോൺ? 3d9 ആയിരിക്കണം വരേണ്ടത്. നമുക്ക് എങ്ങനെയാ വന്നിരിക്കണേ? 3d10 അല്ലേ? അപ്പൊ ഏതാ വരിക? കോപ്പർ പ്ലസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഒരു question, which of the following expression gives
Which of the following expression gives the de Broglie relationship? De Broglie relationship. Options are given on the board. എന്ത് വരും പിള്ളേരെ? എച്ച് ബൈ എം വി, അല്ലെങ്കിൽ പിയുടെ ടേംസിൽ വന്നെങ്കിൽ എങ്ങനെ വന്നേനെ? എച്ച് ബൈ പി വന്നേ. മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെൻ്റ് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്. അതിൻ്റെ സൈഡിലായിട്ടൊരു നോട്ട് പോലെ എഴുതിക്കോളൂ. എയിൻസ്റ്റൈൻ്റെ ഇക്വേഷൻ ആണ് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. For a photon, E is equal to h nu ആണ്. And mc square is equal to h nu എന്ന് നമുക്ക് എഴുതാം, which is equal to h by mv. മാസിൽ മൊമെൻറ്റം വരുന്ന സമയത്ത് h nu. Nu is equal to c by lambda ആണ്. Since nu is equal to c by lambda, you can use mc square is equal to hc by lambda. അല്ലെങ്കിൽ lambda is equal to h by mc. അതിൻ്റെ വേരിയസ് ഫോംസ് ആണ് ഈ എഴുതുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇ കെ മീൻസ് കൈനറ്റിക് എനർജി. ഓപ്ഷൻസ് എഴുതിയായിരുന്നോ നിങ്ങൾ? ഇല്ലേ? ബാക്കിയുള്ളത് ഇത് എഴുതുക, കോപ്പി ഡൗൺ ചെയ്യുക, കാര്യം മനസ്സിലാക്കിയിട്ട് എഴുതട്ടോ. കാരണം ഇപ്പം നമ്മളോട് ഈസി വേർഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം മറ്റ് ബാക്കിയുള്ള കണ്ടോ, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ റൂട്ട് ഓഫ് 2m ek, where ek stands for kinetic energy. Lambda is equal to h by square root of 2m qv, where q is charge of particle and v is the accelerating potential. അപ്പോൾ ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം.
ഓക്കെ, എഴുതിയോ? ക്ലിയർ ആയത്? ഒരു ക്വസ്റ്റ്യൻ എഴുതു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റിലേഷൻ ടു ദ ഹൈഡ്രോജൻ ആറ്റം ഇസ് കറക്റ്റ്? Which of the following statements in relation to the hydrogen atom is correct? Which of the following statements in relation to the hydrogen atom is correct? Option A. 3s orbital is lower in energy than 3p orbital. Three s orbital is lower in energy than 3p orbital. എഴുതി. Option B. 3p orbital is lower in energy than 3d orbital. 3p orbital is lower in energy than 3d orbital. C. 3s and 3p orbitals are of lower energy than 3d orbital. 3s and 3p orbitals are lower in energy than 3d orbital. Last one, 3s, 3p and 3d orbitals all have the same energy. Three s, 3p and 3d orbitals all have the same energy. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Which of the following statements in relation to the hydrogen atom is correct? ഏത് വരും? 3s ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. 1s എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് 1 അല്ലേ? 2s വരുമ്പോഴാണ് എസ് പിയും വരും. 3 വരുമ്പോൾ എസ് പി ഡി വരും. അവിടെ എല്ലാവർക്കും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് തന്നെയാണ്? സെയിം ആണ്. അതായത് മെയിൻ ഷെല്ല് സെയിം ആണ്. മെയിൻ ഷെല്ല് സെയിം ആവുന്നിടത്തോളം ഹൈഡ്രജൻ്റെ കേസിൽ എന്തായിരിക്കും? എനർജിയും സെയിം ആയിരിക്കും. അപ്പോൾ 3sനും 3pക്കും 3dക്കും, അതല്ല 2s ആണെങ്കിൽ 2sനും 2pക്കും, 4 ആണെങ്കിൽ എസിനും 4s 4p 4d 4f ഇവർക്ക് എല്ലാവർക്കും എന്ത് തന്നെയായിരിക്കും? എനർജി സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? സോ യു ക്യാൻ റൈറ്റ് ദ ഓപ്ഷൻ ഇസ് ഡി. ഫോർ എ ഹൈഡ്രോജൻ ആറ്റം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാറുമ്പം മാറും. ഇതാണ് റീസൺ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിൽ എന്തായിരിക്കും? അവരുടെ എനർജിയും സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അത് അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? വിച്ച് വൺ ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? Option A, the uncertainty principle is delta P into delta X is greater than or equal to H by 4 pi. The uncertainty principle is delta P into delta X is greater than or equal to H by 4 pi. Option B, half-filled and fully filled orbitals, half-filled and fully filled orbitals have greater stability due to greater exchange energy
due to greater exchange energy comma greater symmetry half-filled and fully filled orbitals have greater stability due to greater exchange energy, greater symmetry and more balanced arrangement. Option C, the energy of 2s orbital is less than the energy of 2s orbital is less than the energy of 2p orbital in case of hydrogen like atoms. Last option, de Broglie wavelength is given by lambda is equal to h by mv. De Broglie's wavelength is given by lambda is equal to h by mv, where m is equal to mass of the particle, v is equal to group velocity of the particle. Lambda is equal to h by mv, where m is equal to mass of the particle, v is equal to group velocity of the particle. ഏതൊരു ആൻസർ പറഞ്ഞു കൊടുക്കാനല്ല, ഞാൻ തന്നോടല്ലല്ലോ ചോദിച്ചത്. പറ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്, വർത്തമാനം പറയാണ്ട്. റോങ് സ്റ്റേറ്റ്മെൻറ്റാ ചോദിച്ചേക്കണം. ആ റോങ് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യും. നമ്മൾ നേരത്തെ ഇൻകറക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ചോദിക്കണേ. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിക്കണേ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ? ഡെൽറ്റ എക്സ് ഡോട്ട് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. അടുത്തത് ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും സ്റ്റേബിൾ ആണോ നമുക്ക് അറിയാം, കാരണം എക്സ്ചേഞ്ച് എനർജി, സിമെട്രി, പിന്നെ ബാലൻസ്ഡ് അറേഞ്ച്മെന്റ് ആണ്. അടുത്തതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, എന്തായിരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. 2s-ന് 2p-നേക്കാളും ലെസ് ആണെന്ന്, 2s-ന് 3p-നേക്കാളും ലെസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. 2s-ന് 2p-ക്കും എന്താണെന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് എഴുതിയത് സെയിം ആണ്. അപ്പോൾ ഇൻകറക്റ്റ് അതാണ് കേട്ടോ. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി അല്ലേ, നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തില്ലേ ലാംഡ ഈക്വൽ ടു. നിങ്ങൾക്ക് ആ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമുക്ക് പരിചയമായി വരും, അത് യൂസ് ടു ആയിക്കോളും കേട്ടോ. ഒരു നോഡിൻ്റെ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് പതുക്കെ ക്വാണ്ടം നമ്പേഴ്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ നോഡിൻ്റെ നോട്ട് തരാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. The number of radial nodes for d orbital can be represented as, the number of radial nodes മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. റേഡിയൽ നോട്ട്സ് ആൻഡ് ആംഗുലർ നോട്ട്സ് പറഞ്ഞായിരുന്നോ? അത് എഴുതണം കേട്ടോ. റേഡിയൽ നോട്ട്സ് ആൻഡ് ആംഗുലർ നോട്ട്സ് ഫോർ ഡി ഓർബിറ്റൽ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, options are n-2 radial nodes plus 1 angular node is equal to n-1 total nodes.
ഓപ്ഷൻ ബി n-1 റേഡിയൽ നോഡ്സ് one angular node is equal to n-1 total nodes. Option C, n-3 radial nodes plus 2 angular nodes is equal to n-L-1 total nodes. And last option, n-3 radial nodes plus 2 angular nodes is equal to a total of n-1 total nodes. ഓക്കെ, ആക്ച്വലി ഇത് ഡി ഓർബിറ്റലിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസിപ്പിൾ, നമ്മുടെ ക്വാണ്ടം നമ്പർ കോൺസെപ്റ്റിലേക്ക് കയറുകയാണ്. സോ നോട്ട്സിൻ്റെ നോട്ട് ഒന്ന് എഴുതിയെടുത്തോളൂ. നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് എത്രയാണ്? നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് ഇസ് ഈക്വൽ ടു റേഡിയൽ നോട്ട്സ് n-L-1. Similarly, angular nodes is equal to L. Total number of nodes എന്ന് പറയുന്നത് n-1. Number of nodal planes L. ഓക്കെ, സോ റേഡിയൽ നോട്ട്സ് n-L-1 ആണ്. ഇവിടെ എന്നും എല്ലും ഒക്കെ എന്താണ്? എന്താ എന്താണ് എൻ? പറഞ്ഞു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ എൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നോ നോഡിന് വരുന്നത്? 2p-ക്കും 3d-ക്കും എത്ര നോഡ് ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോൺസ് ഇല്ലാതെയും പറയാൻ പറ്റുമല്ലോ. എൻ എന്തായിരുന്നു? ആ പറഞ്ഞോ. ഒരാൾക്ക് മാത്രമല്ല അതിനുള്ളൂ, അയാളെ എല്ലാവരും കൂടെ നോക്കണ്ട, അയാൾ പറയട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞോളൂ എന്താണ്. സോ അത് നമ്മൾ എന്താണെന്നുള്ളത് ക്വാണ്ടം നമ്പേഴ്സിൽ കാണും. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വാട്ട് ഈസ് ക്വാണ്ടം നമ്പേഴ്സ്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. തുടർന്നുള്ള ബാക്കി ക്വസ്റ്റ്യൻസും ക്വാണ്ടം നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ ശ്വേത, അടുത്തത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന സെഷനാണ്.